ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ മക്രോണി പാസ്തയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യമേ നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മക്രോണിയും ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞതും 4 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. മെൽറ്റായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കളർ ഒരു യെല്ലോയിഷ് കളറാകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവോളയും വെളുത്തുള്ളി കൂടി മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന മക്രോണിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്രോണി ഇട്ടതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തതും ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക.